എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 16 ശ്ലോകം 27, 28, 29, 30 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ നൃത്തം തുടങ്ങിയപ്പോ എന്തൊക്കെയാ നൃത്തത്തിന് വേണ്ട ഉപകരണങ്ങള് എല്ലാം തന്നെ അപ്പൊ തന്നെ ഉണ്ടായി. ദേവന്മാര് വാദ്യഘോഷങ്ങളാണ് മുഴക്കാൻ തുടങ്ങി. ആകാശത്തിലെ ഗന്ധർവന്മാര് അവര് എല്ലാവരും വാദ്യകലകളോട് കൂടിയിട്ടാണ്. അത്രയും സന്തോഷമായിട്ട് ഇങ്ങനൊരു നൃത്തോ, അപ്പൊ അതിനനുസരിച്ചുള്ള വാദ്യമേളങ്ങൾ വേണ്ടേ. എന്റെ ഭക്തന്മാരായിട്ടുള്ള ചാരണന്മാര് മൃദംഗം, പണവം, ആനകം മുതലായുള്ള വാദ്യങ്ങൾ മുഴക്കി അതിന്റെ ഭഗവാന്റെ നൃത്തത്തിനനുസരിച്ച്, അത് താളത്തിനനുസരിച്ച്. നാരായണീയത്തിൽ എങ്ങനെയാണ് മേൽപ്പത്തൂര് പറഞ്ഞിരിക്കുന്നത്? അഖിലേഷു വിഭോ ഭവദീയദശാം അവലോക്യ ജിഹാസുഷു ജീവഭരം ഫണിബന്ധനമാശു വിമുച്യ ജവാൽ ഉദഗമ്യത ഹാസജുഷാ ഭവത അധിരുഹ്യ തതഃ ഫണിരാജഭണാൻ നൃത്തേ ഭവതാ മൃദുപാദരുച കളശിഞ്ചിത നൂപുരമഞ്ജുമിളൽ കരകങ്കണ സങ്കുല സങ്കുണിതം. അതിമനോഹരമായിട്ട് അതല്ലേ. മൃദുപാദരുച, ആ മൃദുവായ പാദങ്ങൾ കൊണ്ട് കളശിഞ്ചിത നൂപുരമഞ്ജുമിളൽ കരകങ്കണ സങ്കുല സങ്കുണിതം. ആ നൂപുരങ്ങൾ ഇങ്ങനെ ഇളകി കളിക്കണു. അതിസുന്ദരമായിട്ടുള്ള ഇങ്ങനൊരു നൃത്തം ലോകത്തില് ആരും ഇതേവരെ കണ്ടിട്ടില്ല. ദേവന്മാരെല്ലാവരും ആകാശത്തിൽ നിരന്നങ്ങോട്ട് നിന്നു, അന്തം വിട്ട് കണ്ണു പിടിച്ച് നിൽക്കുകയാണ്. അതിലങ്ങോട്ട് ലയിച്ചു പോവാണ് അവര് എല്ലാവരും. എന്നിട്ട് അവരിങ്ങനെ സ്തുതിക്കണു ഭഗവാനെ. ജഹൃഷു പശുവ തുതുഷുർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാ ത്വയി നൃത്യതി മാരുതഗേഹവദേ പരിപാഹി സമാം ത്വം മദാന്തഗതാൽ എന്നാണ് എന്നെ മേൽപ്പത്തൂര് പറയണത്. എല്ലാവരും സ്തുതിച്ചു. ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്തു ഭഗവാന്റെ മേല്. അതിസുന്ദരമായിട്ടുള്ള ആ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോ പുഷ്പവൃഷ്ടി ഇങ്ങനെ നടക്കണു. അപ്പൊ അവർക്കൊക്കെ സന്തോഷായി. കണ്ണനെ കണ്ടു. യശോദമ്മയ്ക്കും നന്ദഗോപർക്കും ഗോപസ്ത്രീകളും അവരെല്ലാവരും ബോധം വന്ന് അങ്ങടെ എണീട്ട് നിൽക്കുമ്പോ കാണണത് എന്താ? കണ്ണൻ എങ്ങനെ സുന്ദരകുട്ടനായിട്ട് ആ കാളിയന്റെ പുറത്തു നിന്നിങ്ങനെ നൃത്തം ചെയ്യണു. ഇവരൊക്കെ ഇങ്ങനെ മന്ദഹാസ കടാക്ഷം അർപ്പിച്ചുകൊണ്ട് ചൊരിഞ്ഞുകൊണ്ട് അങ്ങനെ നൃത്തം ചെയ്യാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ ദേവേശ വിദ്യാമാശു പ്രയച്ഛ മേ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാ പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. തം നർത്തുമുദ്യതമവേക്ഷദാതദീയ ഗന്ധർവസിദ്ധസുരചാരണദേവവത്വ പ്രീത്യാ മൃദംഗവണവാനകവാദ്യഗീതപുഷ്പോപഹാരനുദിഭി സഹസോപസേതു. എല്ലാം ഭഗവാന്റെ നൃത്തം ചെയ്യുന്നതിന് എല്ലാ ഉപകരണങ്ങളും അപ്പോഴങ്ങോട്ട് മുഴങ്ങി. ആ വാദ്യങ്ങള് കാളിയന്റെ ആ ശിരസുകളിൽ നിന്ന് കളിക്കാൻ ഭാവിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ മുമ്പിൽ ആകാശത്തിലെ ഗന്ധർവന്മാര് അവരവരുടെ വാദ്യകലകൾ അങ്ങോട്ട് മുഴക്കാൻ തുടങ്ങി. അവർക്ക് സന്തോഷം. ആഹാ. ചാരണന്മാര് മൃദംഗം, പണവമാനകം മുതലായ വാദ്യങ്ങള് ഭഗവാന്റെ നൃത്തത്തിനനുസരിച്ച് അങ്ങോട്ട് ഉപയോഗിച്ചു. ഗന്ധർവന്മാര് മനോഹരമായിട്ട് അങ്ങോട്ട് പാടി. ദേവന്മാരും ദേവസ്ത്രീകളും പുഷ്പവർഷം ചെയ്തു. സിദ്ധന്മാര് സുഗന്ധദ്രവ്യാദികൾ കൊണ്ട് ഉപചരിച്ചു. മുനികളോ സ്തുതിച്ചു. അവരങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി ഭഗവാന്റെ നൃത്തം കണ്ടിട്ട്. ഇങ്ങനെ എല്ലാ ദേവന്മാരും അവരവരുടെ കലകളാൽ ഭഗവത് സേവ ചെയ്തു.
അവരവർക്ക് അറിയണ കലകളെ കൊണ്ട് ഭഗവാനെ ഉപചരിച്ചു. ദുർജനങ്ങളുടെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നത് സജ്ജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സാത്വികന്മാരായ ദേവന്മാർക്ക് സന്തോഷം കൂടുതൽ ഉണ്ടാവാൻ അതാ കാരണം. അപ്പൊ അവർക്കൊക്കെ അനുഗ്രഹമായത് അല്ലെ. കാളിയൻ എന്തായാലും ഭാഗ്യവാനാ. എത്ര ദുരഹങ്കാരിയാണ്, എത്ര ഉപദ്രവിച്ചു ഭഗവാനെ, എന്നിട്ടും ഭഗവത്പാദം അവന്റെ ശിരസ്സുകളിൽ സ്പർശിക്കാനുള്ള ഭാഗ്യം ആ കാളിയനുണ്ടായില്ലേ. എത്രയോ ജന്മത്തിന്റെ അവസാനത്തിലെങ്കിലും അഹങ്കൃതി നശിച്ച് ഭഗവത്പാദത്തിൽ ശിരസിനെ യോജിപ്പിക്കണം എന്നുള്ള വിചാരം ഉണ്ടായാൽ ഭഗവാൻ താനേ തന്നെ ശിരസിൽ അധിവസിക്കും. അപ്പോ അവര് ഭാഗ്യവാന്മാരാവും. അതേവരെ എത്ര എത്ര ജന്മങ്ങളിൽ കഷ്ടപ്പെട്ടാലും അല്ലെ, എന്തൊക്കെ ദുഷ്പ്രവൃത്തികൾ ചെയ്താലും ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ആ ഭഗവാനെ ഒന്ന് സ്മരിച്ചാൽ നിരഹങ്കാരികളായിട്ട് ഭവിക്കും. അവരെ സജ്ജന ശ്രേഷ്ഠന്മാരാക്കി അവര് ഭഗവാന്റെ പാദത്തിൽ ചേർക്കും ഭഗവാൻ അവരെ. ദേവന്മാർക്ക് അതും കൂടി വളരെ സന്തോഷമായി. അതുകൊണ്ട് അവര് ദേവന്മാര് വാദ്യാദികളൊക്കെ പ്രയോഗിച്ചു. ഈശ്വരന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് നമ്മളെല്ലാവരും കളിക്കണത് അല്ലെ. ഭഗവാന്റെ ഇച്ഛ എന്താ അത് നടക്കും. അപ്പൊ നമുക്ക് നല്ലത് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ തോന്നും. യച്ചിരോ നമതേംഗ ശതൈക ശീർഷ്ണ തത്തന്മമർദ്ദഖരദണ്ഡധരോംഘ്രിപാദൈ ക്ഷീണായുഷോ ഭ്രമദ ഉൽബണമാസ്യതോ നസ്തോവമൻ പരമകശ്മലമാപനാഗ. ശ്രീശുക ബ്രഹ്മർഷി പറയണു, ഹേ പൂജ്യനായ രാജാവേ, കാളിയന് അനേകം തലകളുണ്ട്. അവയില് ഒരു തലയിൽ ചവിട്ടുമ്പോ മറ്റേ തല ഉയരും. അങ്ങനെയാണ് ഉയർത്തും കാളിയൻ. അങ്ങനെ ഏതേത് തല താഴാതെ ഉയർന്ന് കാണപ്പെടുന്നുവോ അതിന്മേൽ ദുഷ്ടന്മാരുടെ ദുരഹങ്കാരത്തെ ശമിപ്പിക്കത്തക്ക വിധം ശിക്ഷിക്കുന്ന ഭഗവാൻ തന്റെ പാദതലങ്ങൾ കൊണ്ട് കഠോരമായി ചവിട്ടി മർദ്ദിച്ചു. മനോഹരമായിട്ട് നൃത്തം ചെയ്യാണെന്ന് കാണികൾക്ക് തോന്നും. പക്ഷെ ഭഗവാൻ എന്താ, ആ കാളിയന്റെ ശക്തി തീരെ ക്ഷയിക്കത്തക്ക വിധം ചവിട്ടാണ് ചെയ്യണത്. കാണുന്നവർക്ക് നല്ല ഹാഹാ എന്ത് മനോഹരമായ നൃത്തം. ആ കുഞ്ഞുണ്ണി ആ വലിയ കാളിയന്റെ പുറത്ത് പണങ്ങളിൽ നിന്നിട്ട് ഇങ്ങനെ മനോഹരമായിട്ട് താളത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്നു അല്ലെ. സർപ്പത്തിന്റെ ശക്തി മുഴുവൻ ക്ഷയിച്ചു. എങ്കിലും അങ്ങനെ ക്രോധം കൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റുക. ക്രോധികൾ എന്താ, അവരുടെ അനുഭവം എന്താ, വട്ടം ചുറ്റുക. അല്ലാതെ പിന്നെ എന്താ അവർക്ക് പറ്റുക? അല്ലാതെ അങ്ങ് ക്ഷീണിച്ചു കാളിയൻ. അപ്പൊ മൂക്കിൽ നിന്നും കൂടെ വായക്കൂട്ടൊക്കെ ഇങ്ങനെ വിഷമിശ്രമായിട്ടുള്ള ആ ഭയങ്കരമായിട്ടുള്ള രക്തം അങ്ങനെ പുറത്തേക്ക് ചാടി തുടങ്ങി. മൂക്കുകൂടെയും കണ്ണുകൂടെയും എല്ലാ സ്ഥലത്തു കൂടെ ഇങ്ങനെ ചോര ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ബോധം ഇല്ലാതെ ഈ കാളിയന്. അപ്പൊ ഗർവിഷ്ഠന്റെ തലയ്ക്ക് നല്ല അടി കൊടുക്കുന്നു. അടി കൊടുത്തുകൊണ്ട് ഭഗവാൻ അവരെ അനുഗ്രഹിക്കണം. അതേവരെയുള്ള ഗർവം ഒക്കെ പോയി കാളിയന്റെ. മനസ്സിലായി, ഇത് സാധാരണ ഒരു കുട്ടിയല്ല എന്ന് മനസ്സിലായി കാളിയന്. അഹങ്കാരമുള്ളവർക്ക് ശ്രേയസിദ്ധി ഉണ്ടാകില്ല. അങ്ങനെ അപ്പൊ ശിക്ഷ കിട്ടിയപ്പോ ബുദ്ധിക്ക് നല്ല പാകം വന്നു. അതുകൊണ്ട് അത് ശ്രേയപ്രാപ്തിക്ക് യോഗ്യന്മാരായിട്ട് ഭവിച്ചു. പിന്നെ കാളിയൻ ശ്രേയസ് അല്ലെ. കാളിയന് ഭഗവാന്റെ ആ പാദസ്പർശം ഉണ്ടായില്ലേ കാളിയന്റെ ശിരസില്. അതുകൊണ്ട് കരുണാനിധിയായ ഭഗവാൻ ആരെയും നിഗ്രഹിക്കണില്ലേ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കാൻ മാത്രമേ ചെയ്യണുള്ളൂ. അനുഗ്രഹത്തിന്റെ സ്വരൂപഭേദം സന്ദർഭോചിതമാകും, അത് മാത്രമേ ഉള്ളൂ. ഈശ്വരനെ മറന്നുകൊണ്ട് തലയുയർത്തുന്നവരുടെ ആ തലയിൽ തന്നെ ചവിട്ടേൽക്കുമ്പോ തല താഴും, തന്നെ താഴും. അപ്പൊ മനസ്സിലാവും ഒരു ശിക്ഷകനുണ്ട്. മറ്റേതൊന്നും ആലോചിക്കണ പോലുമില്ല. ദുരഹങ്കാര വിഷം അങ്ങോട്ട് ശമിക്കും എന്നത് ഭഗവാൻ വ്യാസമുനി കൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ചെയ്യണത്. എന്തൊരു മനോഹരമായിട്ടുള്ള നൃത്തം അല്ലേ. രുചിരകമ്പിത കുണ്ടല മണ്ഡല സുചിരമീശ നനർത്തിത പന്നഗേ അമരതാടിത ദുന്ദുഭി സുന്ദരം പിയതി ഗായതി ദൈവതയൗവതേ നമതി യദ്യദമുഷ്യ ശിരോഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹാചിരം വ്യഹരഥാ കരതാള മനോഹരം ത്വദവ ഭഗ്ന വിഭുഗ്ന ഭണാഗണേ ഗളിത ശോണിത ശോണിത പാദസി ഫണിപതാവസീദതി സന്നതാഃ തദബലാസ്തവ മാധവ
പാതയോ എന്ന് പറയണു മേൽപ്പത്തൂര്. തസ്യാക്ഷിപിർഗരളമുദ്വമദശിരസ്സു സമുന്നമതി നിശ്വസതോരുഷോച്ചൈഃ ത്യൻ പദാനുനമയൻ ദമയാം ബഭൂവ പൈ പ്രപൂജിതൈവേക പുമാൻ പുരാണ. കാളിയന്റെ ആ കണ്ണുകളിൽ കൂടി ഇങ്ങനെ വിഷം ഉജ്ജ്വലിച്ചു പുറത്തേക്ക് ചാടുക. അങ്ങോട്ട് ദേഷ്യം കൊണ്ട് അത്യുച്ചത്തിൽ ഇങ്ങനെ ശ്വസിക്കുകയാണ്. ഇങ്ങനെ ഭയങ്കര ശ്വാസം. അങ്ങനെയല്ലേ, ദേഷ്യം വരുമ്പോ ശ്വാസഗതിയുടെ വേഗം കൂടും അല്ലെ. മുഴുവൻ അങ്ങോട്ട് ശമിച്ചിട്ടില്ല എന്ന് പറയണത് അഹങ്കാരം. കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോഴും പിന്നെയും തല ഇങ്ങനെ കുറേശ്ശെ 1000 തലയല്ലേ, കുറെയൊക്കെ താത്ത് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നെങ്കിലും ചില തലകളൊക്കെ പിന്നെയും പൊങ്ങുണ്ടെന്ന് അല്പമാത്രം കണ്ട് ഉയരുക. അപ്പൊ അതിന്റെ മീതെ നിന്ന് കളിക്കുന്ന ആ ഭഗവാൻ കാൽ കൊണ്ട് ചവിട്ടി അതിനെ താഴ്ത്തി അവന്റെ ദുരഹങ്കാരത്തെ മുഴുവനോട് നശിപ്പിച്ചടക്കി. ഇപ്പോതാ ഗന്ധർവാദികളാൽ പുഷ്പവർഷങ്ങൾ കൊണ്ട് പൂജിക്കപ്പെടുന്ന പുരാണ പുരുഷൻ എന്ന പോലെ ഗോപന്മാര് ശ്രീകൃഷ്ണനെ അതിപ്രസന്നമുഖനായിട്ട് കണ്ടു. ഭഗവാന് ആ സമയത്താണ് നന്നായിട്ട് ഒന്നങ്ങോട്ട് പുഞ്ചിരിച്ചു. അതേവരെങ്ങനെ കട്ടിച്ചു പിടിച്ച് കാളിയന്റെ തലയിൽ ഓരോ തലയെ പൊങ്ങും. ഒന്ന് താഴ്ന്നു വിചാരിക്കുമ്പോഴേക്കും മറ്റത് പൊക്കുകയാണ് കാളിയനെ. അവന് അങ്ങനെ അതിനെല്ലാത്തിനും ചവിട്ടി മതിക്കണാണെങ്കിലും മനോഹര നൃത്തമായിട്ട് ബാക്കിയുള്ളവർക്ക് തോന്നുന്നു. തന്റെ ശിരസിന്മേൽ ഇങ്ങനെ നർത്തനം ചെയ്യുന്ന ഭഗവാനെ പുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ചു. പുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ച് സന്തോഷിപ്പിക്കുന്നു എന്ന പോലെ പ്രസന്ന മുഖനായിട്ട് കാളിയൻ കണ്ടു എന്നാണ് പറയണത്. അപ്പൊ ഇങ്ങനെ കാളിയൻ നോക്കുമ്പോ ചിരിച്ചോണ്ട് നിൽക്കണു കണ്ണൻ. ഭഗവാൻ കാളിയനില് പ്രസന്നനല്ലെങ്കിൽ ഇങ്ങനെ അവന്റെ തലയിൽ ഇങ്ങനെ ചവിട്ടുവോ? ആ പരിശുദ്ധമായ ആ പാദപത്മങ്ങൾ കൊണ്ട് ശിരസുകളിൽ ഇങ്ങനെ നർത്തനം ചെയ്യുവോ? കാളിയനോട് ഒരു കരുണയില്ലെങ്കിൽ അവനെ അപ്പൊ കൊല്ലല്ലേ ചെയ്യാം. അതല്ല ചെയ്തത് ഭഗവാൻ. അവന്റെ ശിരസില്, ഓരോ ശിരസിലും ഭഗവാന്റെ ആ കുഞ്ഞു പാദങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു കിടക്കണം അല്ലെ. തൽ ചിത്ര താണ്ഡവ വിരുഗ്നഭണാതപത്രോ രക്തം മുഖൈരുരുവമൻ നൃപ ഭഗ്നഗാത്ര സ്മൃത്വാ ചരാചരഗുരും പുരുഷം പുരാണം നാരായണം തമരണം മനസാ ജഗാമ. ലാസ്യം താണ്ഡവം എന്നിങ്ങനെ നൃത്യം 2 വിധത്തിലാ. സ്ത്രീകള് ചെയ്യണത് ലാസ്യം, പുരുഷന്മാര് ചെയ്യണത് താണ്ഡവം. ഭഗവാന്റെ ആ താണ്ഡവം എത്ര മനോഹരമായിരിക്കുന്നതെന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കാത്ത വിധം വിചിത്രം. ഇതുപോലെ ആരും ഇങ്ങനെ ഒരു നൃത്തം ചെയ്തിട്ടില്ല. അത്രയും അപ്രാകൃതമായിരുന്നു, വിചിത്രവുമായിരുന്നു എന്ന് പറയുന്നത്. അത്യാശ്ചര്യകരമായ ആ താണ്ഡവത്താൽ കാളിയന്റെ കൂട്ടകൾ പോലെ വീതിയുള്ള പടങ്ങൾ മുഴുവനും മുറിപ്പെട്ടു. എല്ലാത്തിലും അങ്ങോട്ട് ചതഞ്ഞരഞ്ഞു കാളിയന്റെ പടങ്ങള് അല്ലെ. മുഖങ്ങളിൽ കൂടി രക്തം അധികമായിട്ട് അങ്ങോട്ട് ഛർദിച്ചു. അവയവങ്ങളൊക്കെ തളർന്നു. പാദസ്പർശ വൈഭവത്താൽ അഹങ്കാരം നിലച്ചു, മുഴുവൻ പോയി. ചോരത്തിളപ്പും ശമിച്ചു. അന്ധകരണാകും അപ്പൊ അങ്ങോട്ട് പരിശുദ്ധമായി. ഇത്രയും സ്പർശല്ലേ ഭഗവാന്റെ ആ കാരുണ്യ സ്പർശല്ലേ ആ കാളിയന്റെ ശിരസിൽ ഇങ്ങനെ അർപ്പിക്കണത് ഭഗവാൻ അല്ലെ. അപ്പൊ പിന്നെ എന്താ ഉണ്ടാവുക? അഹങ്കാരം നശിക്കാതിരിക്കോ? അന്ധകരണം ശുദ്ധമാവാതിരിക്കണത് എങ്ങനെയാ? പിന്നെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചും സർവത്തിനും മൂലകാരണമായും ഇരിക്കുന്ന ശ്രീനാരായണനെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് ശരണം പ്രാപിച്ചു. അപ്പൊ ശരിക്കും മനസ്സിലായി, ഇത് സാധാരണ കുട്ടിയല്ല, ഭഗവാൻ തന്നെയാണ്. മനസ്സുകൊണ്ട് വളരെ ഭക്തിപൂർവ്വം അങ്ങോട്ട് ധ്യാനിച്ചു, ശരണം പ്രാപിച്ചു. ഭഗവാനെ രക്ഷിക്കണേ എന്നങ്ങോട്ട് ആ ഒരു ഹൃദയം പൊട്ടുമാറ് അങ്ങോട്ട് വിളിച്ചു എന്നാണ് പറയണത്. ഉള്ളില് ഹേ രാജാവേ, സ്വാമിദ്രോഹം ചെയ്യുന്നവരെ ശാസിക്കാഞ്ഞാൽ അവർ പാകം വരില്ല എന്നുള്ളത് അങ്ങേക്ക് അറിയാലോ എന്ന് പറയാണ് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട്. അത്രയും ഒരു അഹങ്കാരം തന്നെയായിരുന്നു. അപ്പൊ അവരെ ശിക്ഷിക്കാതിരുന്നാൽ പറ്റില്ല. അപ്പൊ വേണ്ട വിധം ശിക്ഷിക്കുകയാണ് ഇപ്പൊ ചെയ്തത് അല്ലെ. നിഗ്രഹം അനുഗ്രഹമായിട്ട് ഭവിച്ചു കാളിയന്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഗോവിന്ദ.